സോ നമ്മുടെ പ്രൈം മിനിസ്റ്റേഴ്സ് നമ്മളെ പറ്റി നമ്മളെ ഈ ഒരു നാവിക സാഗർ പരിക്രമനെ പറ്റി പറഞ്ഞു തന്നെ വളരെ ഒരു വലിയ കാര്യമാണ്. കാരണം ഇത് ഒരുപാട് പേരിലേക്ക് എത്താൻ പറ്റി. ആക്ച്വലി ഒരുപാട് പേര് ഇതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് സെയിലിംഗ് സ്റ്റാർട്ട് ചെയ്യും, ഇല്ലെങ്കിൽ സെയിലിംഗ് വേണമെന്നില്ല, എന്ത് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതിലൂടെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് കിട്ടാൻ പറ്റിയത്. മാത്രമല്ല ഇപ്പം നമ്മുടെ ഈ മൻ കി ബാത്തിലൂടെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു, നമ്മുടെ ചാലഞ്ചസ് എന്തൊക്കെയാണ് നമ്മൾ ഫേസ് ചെയ്തത്, എന്തൊക്കെ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായി. ആക്ച്വലി ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ സ്കൂളിലും കോളേജസിലും ഇല്ലെങ്കിൽ അക്കാഡമീസിലും ഒക്കെ പോയിട്ട് നമ്മൾ ഈ ടോക്ക്, മോട്ടിവേഷണൽ ടോക്ക് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരുപാട് പേര് നമ്മളെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഒരു മോട്ടിവേഷൻ ആയിട്ട്, അവർക്ക് ഇൻസ്പയർഡ് ആയിട്ട് എങ്ങനെ നമുക്ക് ഇതിലേക്ക് വരാം, എങ്ങനെ നമുക്ക് ആംഡ് ഫോഴ്സസിൽ ജോയിൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആൾക്കാർ, ഈ ചെറിയ പിള്ളേർ നമ്മുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു സക്സസ് ആയിട്ടുള്ളൊരു ഈ ജേർണി കാരണം ഒരുപാട് പേര് അതിലൂടെ ഇൻസ്പയർ ആയിട്ടുണ്ട്. ഇനിയും നമ്മൾ മാക്സിമം ആൾക്കാരുടെ അടുത്തേക്ക് ഈ ഒരു ജേർണീനെ പറ്റിയും നമ്മൾ ഫേസ് ചെയ്ത കാര്യങ്ങളും നമ്മൾ എങ്ങനെ അതിൽ നിന്ന് സക്സസ് ആയിട്ട് വന്നു എന്നുള്ള ഒരു കഥ, സ്റ്റോറി എത്തിക്കാൻ പറ്റുവാണെങ്കിൽ ഒരുപാട് പേർക്ക് ഇനിയും ഇൻസ്പിറേഷൻ കിട്ടുമെന്ന് ഞാൻ തോന്നുന്നു. Ruba, anything to add to this? எனக்கும் ரொம்ப மகிழ்ச்சியாக இருந்தது நம்மளோட பிரதமர் எங்களுக்கு காண்டாக்ட் பண்ணி பேசினதில். அண்ட் ஐ ஃபீல் தட் திஸ் இஸ் அ வெரி குட் கான்செப்ட், திஸ் மன் கி பாத், வேர் இதில் வந்து எல்லா ஒரு கார்னர்லேருந்து it just shows how diverse we are as a country and how stories of normal people can be heard through millions of the citizens. Actually, we felt very responsible to speak each word in that program because we know that there'll be millions of people listening to that. So it's a great thing where now we feel our story has reached more people because of this. കോഫി ടേബിൾ ബുക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ. സിമിലർലി ഒരു പ്രോപ്പർ ഓട്ടോബയോഗ്രഫി മാതിരി ഒരു എൻറ്റയർ വോയേജിനെ കുറിച്ചൊരു ബുക്ക് എന്തെങ്കിലും എഴുതാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? പ്ലാൻ ഉണ്ട്. It's in the process. Sorry, അതിനെ ബുക്കിനെ നിങ്ങൾ എന്താ വിളിക്കുക? ഇത് ഇന്നും ഡിസൈഡ് பண்ணல പേര്. Do you miss the seas? Definitely. Which part? Maybe ഈ ഒരു കഴിഞ്ഞ വോയേജിൽ നിങ്ങൾക്ക് if you were getting a chance to relive one particular moment, what would that be? നിങ്ങൾ ഈ ഒരു ട്രിപ്പിലെ ഒരു മൊമെന്റ്. സോ എനിക്കിപ്പോൾ ഓർമ്മ വരുന്ന ലാസ്റ്റ് ലെഗിൽ നമ്മൾ കേപ്പ് ടൗണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, ലാസ്റ്റ് ലെഗ് ആയിരുന്നു, ഗോവയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. എല്ലാവരും ചോദിക്കും എന്താ ഫീൽ ചെയ്യുന്നത്, നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ഫീലിംഗ് എന്താ. ഇപ്പം എന്ത് പറയണം എന്നറിയില്ല. വിഷമാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതെന്താ വിഷമം എന്ന് ചോദിക്കും. ആക്ച്വലി തിരിച്ചു വരുന്ന സമയത്ത് ഭയങ്കര ഒരു ഓരോ മൊമെന്റും എൻജോയ് ചെയ്യണം എന്നുള്ളൊരു കാര്യം ആ സമയത്താണ് മനസ്സിലായത്. ലൈക്ക് സൺസെറ്റ് ആണെങ്കിലും സൺറൈസ് ആണെങ്കിലും കടല് നോക്കി ഇരിക്കുകയാണെങ്കിലും ഇതൊന്നും ഇനി കിട്ടില്ലല്ലോ, ഇത് കഴിയാൻ പോവുകയാണല്ലോ, ഇനി നെക്സ്റ്റ് സെയിലിംഗ് എപ്പോഴാണെന്നുള്ളത് അപ്പോഴേ ആലോചിച്ച് തുടങ്ങിയായിരുന്നു. സോ സീലുള്ള ഒരു മൊമെൻ്റ് ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. സീലുള്ള ഓരോ മൊമെൻറ്റും വേർത്തായിരുന്നു. അത് ചാലഞ്ചസ് ആണെങ്കിലും കൂടെ നമുക്ക് കടലിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ചാലഞ്ചസിലൂടെ എത്ര കഠിനമായിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോയാലും നമ്മളതെല്ലാം മറന്നു പോകും. നമുക്ക് നല്ല മെമ്മറീസ് മാത്രമേ നമ്മുടെ മൈൻഡ്സിൽ ഓർത്ത് വയ്ക്കുള്ളൂ. അത്രയും ടഫായിട്ടുള്ള സിറ്റുവേഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മെമ്മറിയിൽ വരില്ല. അതുകൊണ്ടായിരിക്കും നമ്മൾ പിന്നെയും അത് ചെയ്യാനുള്ളൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വരുന്നത്. നല്ല കാര്യങ്ങൾ മാത്രമേ നമ്മൾക്ക് മനസ്സിൽ ഉണ്ടാവുള്ളൂ. I would want to relive 2nd of October again. The feeling of casting off for the journey. And அந்த momentல வந்து I had the entire 8 months ahead of me and one goal in my life with fully driven to achieve that goal. And in my entire life, I would say that day or that moment I was fully driven towards one goal. So I would want to relive that moment again and tell myself that it's all okay. So what's the next
ബിഗ് ഗോൾ ഇൻ മൈൻഡ്? ഇപ്പോൾ ഒരു സെയിലിംഗ് അല്ലാണ്ട്, ഇപ്പോൾ സെയിലിംഗ് വരട്ടെ, പക്ഷെ എന്നാലും പേഴ്സണലി വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് ബിഗ് ഗോൾ? To get, for me it would be to get equip myself more physically and mentally for the next biggest challenge. ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ 4 വർഷം മുമ്പേ ഇതേ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടാണ് ഇതിലോട്ട് വന്നത്. അപ്പം ഇപ്പോൾ ഒരു ബ്രേക്ക്, ഒരു 3-4 months ആയി. ഇനി അടുത്ത ഓപ്പർച്യൂണിറ്റി എപ്പോഴാണ് കിട്ടുക എന്നുള്ളത് വെയിറ്റ് ചെയ്യാണ്. മാത്രമല്ല സെയിം ടൈം നമ്മളെ ഈ ഒരു ജേർണി, ഈ സക്സസ്ഫുൾ ജേർണീനെ പറ്റി മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക, അവരെ ഇൻസ്പയർ ചെയ്യുക. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. റൈറ്റ്. ദിൽന ഗോവയിൽ ഈ റീസെൻ്റ്ലി ഫ്ലാഗിൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞത് ഇപ്പോൾ ഓർമ്മയുണ്ട്, യെസ് വി മെയ്ഡ് ഇറ്റ് എന്ന് പറഞ്ഞ് ഭയങ്കര ഡിക്ലറേറ്റീവ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഓഫ് കോഴ്സ് യു പ്രൂവ്ഡ് യുവർ സെൽഫ്, പിന്നെ യു പ്രൂവ്ഡ് എ ലോട്ട് ഓഫ് അതർ പീപ്പിൾ റോങ്. ഒരു നേവിക്ക് തന്നെ ഒരു വലിയ അച്ചീവ്മെൻ്റ് ആണ്. അപ്പോൾ കുഡ് യു റീലിവ് തിരിച്ചു വന്ന ഒരു മൂമെൻറ്റ്? രക്ഷാമന്ത്രിയും ഫയറിലുണ്ടായിരുന്നു റിസീവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇഫ് യു കുഡ് തിരിച്ചു വന്ന സമയത്ത് നമ്മൾ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. നമ്മൾ ആ ഒരു ലൈന് ക്രോസ് ചെയ്താലാണ് നമ്മളുടെ ആക്ച്വലി സർക്കം നാവിഗേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ലൈന് അവിടെ നമ്മൾ MFD ചാർട്ടിൽ വരച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ലൈന് ക്രോസ് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് വളരെ വളരെ എന്താ പറയുക, അതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് രക്ഷാമന്ത്രിനെ കാണുന്ന സമയത്ത്, നമ്മൾ ആ റിപ്പോർട്ട് ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ അത്രയും പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു ഇത്. കാരണം നമ്മൾ ഒരു 8 മാസത്തെ ജേർണി ആയിരുന്നില്ല നമുക്ക്. നമ്മളെ സംബന്ധിച്ച് അതൊരു 4 വർഷത്തോളം നീണ്ടുന്നൊരു ജേർണി ആയിരുന്നു. ഒരു ഇമ്മീഡിയറ്റ് ഗോൾ ആയിരുന്നില്ല, ഒരു ലോങ് ടേം ഗോൾ ആയിരുന്നു. സോ ഓരോ ചെറിയ ചെറിയ സ്മോൾ സ്റ്റെപ്പ് നമ്മൾ എടുക്കുന്ന സമയത്തും അതിലുള്ള 100% നമ്മൾ ഡെഡിക്കേഷനും ഹാർഡ് വർക്കും എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ ആ ചെറിയ ചെറിയ ഗോൾസ് അറ്റൈൻ ചെയ്തിട്ടാണ് നമ്മൾ ലാസ്റ്റിലോട്ട് എത്തിയത്. സോ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. പിന്നെ നമ്മളൊരു എന്താ പറയുക, ഒരു സ്വപ്ന ലോകത്തായിരുന്നു ആ സമയത്ത്. നമ്മൾക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നു, നമ്മൾ കഴിഞ്ഞു വന്നു എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒരു സമയം എടുത്തു നമുക്കത് എല്ലാം കഴിഞ്ഞു എന്നുള്ളത് സ്വന്തം തന്നെ വിശ്വസിക്കാൻ. നമ്മൾ തിരിച്ചെത്തി. 2021 സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞു, സർക്കം നാവിഗേഷൻ കഴിഞ്ഞു, October 2 നമ്മൾ പോയി. അത് കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വന്നു എന്നുള്ള ആ ഒരു ഫീലിംഗ് നമ്മളെ ഉള്ളിൽ അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ ഒരുപാട് സമയം എടുത്തു നമുക്ക്. റൈറ്റ്. അന്ന് ആ സ്റ്റേജിൽ നിന്ന് പറഞ്ഞത് രൂപയും ദിൽനയും തിരിച്ചു വന്നല്ല, ഞങ്ങൾ 3 പേരും തിരിച്ചു വന്നു എന്നാണ് പറഞ്ഞത്. അത് ഓർമ്മയുണ്ടോ? താരിണി. അപ്പൊ ബോട്ടും ഈ ഒരു ജേർണിയിൽ ഒരു കമ്പാനിയൻ ആയിട്ട് മാറി. തീർച്ചയായിട്ടും ബോട്ടിനോട് നമ്മള് ബോട്ടായിട്ട് ഭയങ്കര ഒരു നല്ലൊരു കണക്ഷൻ നമുക്ക് ഉണ്ടായിരുന്നു. ഒരിക്കലും നമ്മൾ 2 പേരും മാത്രമായിരുന്നില്ല. ബോട്ടും അതൊരു വിശ്വാസമാണ്. അപ്പം അതിനെ നമ്മൾ എങ്ങനെ എടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ബോട്ട് പല രീതിയിലും ബിഹേവ് ചെയ്യും. സോ നമ്മളെ ബോട്ടിനെ ഒരാളായിട്ട് തന്നെയാണ് കണ്ടത് നമ്മൾ എൻ്റയർ ജേർണിയിൽ. പേഴ്സോണിഫിക്കേഷൻ നേരത്തെ പറഞ്ഞു. ഒരു അഡ്വഞ്ചർ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് വാട്ട് നെക്സ്റ്റ്? ബിക്കോസ് എനിക്കതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടുകൂടെയാണ്. നിങ്ങളുടേത് വെസ്റ്റ് ടു ഈസ്റ്റ് ആയിരുന്നല്ലോ. ലോങ് ബാക്ക് വെൻ ഐ ആസ്ക് കമാൻഡർ അഭിലാഷ് ടു മീ, എന്താണ് നെക്സ്റ്റ് ബിഗസ്റ്റ് ചലഞ്ച്, വാട്ട് കുഡ് ബി എന്ന് കക്ഷി പറഞ്ഞ് സോളോ ചെയ്തു, നോൺ സ്റ്റോപ്പ് ചെയ്തു, മേ ബി തിരിച്ചുള്ള അതർ വേ അറൗണ്ട് പറ്റുമോ എന്നുള്ളത് ചിന്തിക്കണമെന്ന്. ഡു യു തിങ്ക് ദാറ്റ്സ് പോസിബിൾ? Yeah, people have done it before. The east to west. It's called the wrong side, the wrong way. Yeah. And there are people who have done both the right way and the wrong way. It might be ഡിഫറെന്റ് ബോട്ട് ആയിരിക്കണം. ലൈക്ക് അതിനുള്ള ബോട്ടും ലൈക്ക് എല്ലാം അഗെയിൻസ്റ്റ് ആയിരിക്കും നമുക്ക്. സോ അതിനുള്ള ബോട്ടും ഡിഫറെന്റ് ആയിരിക്കണം. സോ ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റും, പക്ഷെ മോർ ചാലഞ്ചിങ് ആയിരിക്കും. അങ്ങനെ ഒരു ആഗ്രഹം പോലെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. ആഗ്രഹങ്ങൾ പലതും ഉണ്ട്. ഈ കേപ്പ് ടു റിയോ റേസ് ചെയ്യുമ്പോൾ എഗെയിൻസ്റ്റ് അല്ലേ, അപ്പോൾ നമ്മൾ പാർഷ്യലി റോങ് വേ അല്ലേ പോകുന്നത്? no, but adu vandu southern ocean la illa. From Cape Town to Rio it's actually a downwind course where your winds are behind you, in the trade winds. So that is not on the part of the road. Okay, so അപ്പോൾ നമ്മൾ ഓസ്ട്രേലിയ വഴി ആഫ്രിക്ക ആ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ
the winds? നമ്മള് അറ്റ്ലാന്റിക്കിൽ നമ്മൾ മേലോട്ട് കേപ്പ് ടൗൺ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മേലോട്ട് കയറിയിട്ടാണ് പോകുന്നത്. റിയോ ഡി ജനീറോ കുറച്ചുകൂടെ മേലെയാണ്, നമ്മൾ താഴെ കൂടെ ക്രോസ് ചെയ്യുന്നില്ല. താഴത്തേക്ക് കൂടെ ക്രോസ് ചെയ്യുന്നില്ല. But India to Cape Town, on the route one, it will be the same. But from there, Southern Ocean is the most difficult part. വിൻസ് ബാക്കിൽ വരുന്നത് ഇപ്പൊ പോയ റൂട്ടിൽ മാത്രമേ ഉള്ളൂ. Yeah. അപ്പോൾ നൗ ആർമി വെസൽ ത്രിവേണി ഈസ് ഓൾസോ അണ്ടർടേക്കിംഗ് എ സെയിലിംഗ് വോയജ്. അപ്പോൾ ഇപ്പോൾ ഒരു 2 year അല്ലെങ്കിൽ 2 decade സ്പാൻ എടുത്ത് നോക്കിയാൽ ലോട്ട് മോർ സർക്കം നാവിഗേഷൻ ഇസ് ഹാപ്പനിങ്. ഈവൻ അതർവൈസ് ദർ ആർ എന്താണ് ഫാമിലീസ് അല്ലെങ്കിൽ കപ്പിൾസ് ഹു ആർ ബേസ്ഡ് ഇൻ ഇന്ത്യ ഹു ആർ നൗ ലിവിങ് ഓൺ ബോട്ട്സ്. ഇപ്പോൾ ദിലീപ് ഡോണ്ടേന് വേണമെങ്കിൽ സാറിന് അങ്ങനെ കൺസിഡർ ചെയ്യാം. അന്താര എന്ന് പറഞ്ഞ ബോട്ടിലാണ്. അപ്പോൾ ദ ഗോൾഡൻ ഏജ് ഓഫ് സെയിലിംഗ് ഇസ് അപ്പോൺ us. What is your comment on that? നമ്മൾ പറഞ്ഞ പോലെ തന്നെ ദിലീപ് ഡോണ്ടെ സർ, ക്യാപ്റ്റൻ ദിലീപ് ഡോണ്ടെ ഇപ്പം സാറിൻ്റെ ബോട്ടുണ്ട്. സാറും നമ്മളെ മാക്സിമം ആൾക്കാർക്ക് സെയിലിംഗ് എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടി സാറ് ചെയ്യുന്ന സെയിലിംഗ് മാത്രമല്ല, ഇപ്പം പറഞ്ഞ പോലെ തന്നെ ANSV ത്രിവേണി പുതിയൊരു സർക്കം നാവിഗേഷൻ വിത്ത് 10 officers അവരും. സോ ഒരുപാട് പേര് ഇപ്പം ഒരുപാട് പേർക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടട്ടെ. അത് ഇന്ത്യൻ ഗവൺമെൻറ് ആണെങ്കിലും ഡിഫൻസ് ഫോഴ്സ് ആണെങ്കിലും ഇപ്പം സിവിലിലാണെങ്കിലും മാക്സിമം എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടട്ടെ എന്ന്.